തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല. എല്ലാവരും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കാരണം ലോകമെങ്ങും പാപത്താൽ നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ പ്രസൻസിലാണ് നാം ജീവിക്കുന്നതുകൊണ്ട് പലപ്പോഴും എല്ലാവരും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ദൈവവചനവും അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ് തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിനോട് ക്ഷമ ചോദിച്ച് ആ തെറ്റിന്, ആ പാപത്തിന് നിരപ്പ് പ്രാപിക്കുക എന്നുള്ളത്. അത് വളരെ വളരെ വലിയ ഗിഫ്റ്റാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇന്ന് തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു സമൂഹം, അത് സെക്കൻഡ് സ്റ്റേജാണ്. ന്യായീകരിക്കുന്ന ഒരു സമൂഹം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് വാദിച്ച് ന്യായീകരിക്കുന്ന ഒരു സമൂഹത്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ തൊറ്റു നോക്കിക്കേ, പലരും പലവിധമായ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് ആർക്കുമില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നം ദൈവമക്കളുടെ ഇടയിലും കാണുമ്പോഴാണ് വളരെ സങ്കടം തോന്നുന്നത്. ദൈവമക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് ദൈവ വേലക്കാരുടെ ഇടയിലും വളരെ സീനിയറായിട്ടുള്ള വേലക്കാർക്ക് അവർക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിന് സമ്മതിച്ച് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, കാരണം അവരുടെ ഇമേജ് ഡാമേജ് ആകും എന്നുള്ള ഒരു ഭയം കാരണം സമ്മതിച്ച് കൊടുക്കാൻ മനസ്സില്ലാത്ത കൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് നാം കണ്ടുവരുന്നുണ്ട്. അത് വളരെ ഡേഞ്ചറാണ്. കാരണം ഫോർ എക്സാമ്പിൾ ബൈബിളിൽ നാം നോക്കുവാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ രാജാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതം തുടക്കം വളരെ അനുഗ്രഹമാണ്. ദൈവഹിതപ്രകാരം അദ്ദേഹം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായ പരാജയം എന്ന് പറയുന്നത് അദ്ദേഹം തെറ്റ് സമ്മതിക്കാതെ അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവം ശൗലിനുണ്ട്. ശൗലിനോട് പറയുക യാഗം കഴിക്കണം എന്ന്. എന്നാൽ ആ യാഗം കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് ശൗൽ വെയിറ്റ് ചെയ്യുമ്പോൾ ശമൂവേൽ വരാനായിട്ട് താമസിക്കുന്നു. ആ താമസിക്കുമ്പോൾ അവൻ വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് ഈ ശൗൽ രാജാവ് തന്നെ യാഗം കഴിക്കുന്നതായിട്ട് കാണും. യാഗം കഴിച്ച് തീരുമ്പോൾ തന്നെ അവിടെ ശമൂവേൽ കടന്നു വരുന്നു. അതെന്തുകൊണ്ടാണ് നീ ചെയ്യുന്നത്? ഒരിക്കലും രാജാവ് ചെയ്യേണ്ട കാര്യമല്ല, പ്രവാചകനുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ രാജാവ് ചെയ്തത്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലത്ത് പോലും ന്യായീകരിക്കുക, അവൻ്റെ തെറ്റിനെ സമ്മതിക്കാതെ ന്യായീകരിക്കുന്ന ഒരു ശൗലിനെയാണ് കാണുന്നത്. അങ്ങനെ പല സ്റ്റേജുകളിൽ ഈ ശൗൽ തൻ്റെ തെറ്റിനെ സമ്മതിക്കാതെ ന്യായീകരിച്ചത് കൊണ്ട് അവൻ്റെ അവസാനം വലിയൊരു പരാജയമായിട്ട് മാറി. കാരണം ദൈവത്തിൻ്റെ ആത്മാവും അവനിൽ തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതേ ഇമേജിൽ അതേ പൊസിഷനിൽ ജീവിച്ച ദാവീദ് രാജാവിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ശൗൽ രാജാവ് ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ പാപമാണ്. പാപത്തിൽ വലിപ്പം ചെറുപ്പമില്ല എന്നാണ് നാം പറയുമ്പോൾ വളരെ വലിയ പാപമാണ് ദാവീദ് രാജാവ് ചെയ്തത്. എന്നാൽ ദാവീദ് രാജാവ് അത്ര വലിയ പാപം ചെയ്തിട്ടും നാഥാൻ പ്രവാചകൻ വന്നു നീ പാപം ചെയ്തു എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ദാവീദ് എന്ത് ചെയ്തറിയാവോ? അതിനെ സമ്മതിച്ചു കൊടുത്തു. ഞാൻ ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് എൻ്റെ ഇമേജ് ഡാമേജ് ആകുമെന്ന് ചിന്തിക്കാതെ ആ നിമിഷം തന്നെ ദാവീദ് എന്ത് ചെയ്തു? സമ്മതിച്ച് തന്നെത്താൻ താഴ്ത്തി ദൈവകരങ്ങളിൽ ക്ഷമ ചോദിച്ച് അവൻ വീണ്ടും രാജാവായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ ഇമേജ് ഡാമേജ് ആയില്ല. ആ സന്തതിയിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റ മനുഷ്യനെന്ന് ദൈവം തന്നെ ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പം ന്യായീകരിക്കുന്നത് വളരെ ഡേഞ്ചറാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് നമ്മൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ശൗലിൻ്റെ അവസ്ഥ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പോകും, ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് വളരെ ഡേഞ്ചറായ സിറ്റുവേഷനിലാണ് നാം ഇരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, 2 കൊരിന്ത്യർ 13-ാം 5-ാം വാക്യത്തിൽ, നിങ്ങളെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന്. എന്നുവെച്ചാൽ നമ്മളെ ദിനം ശോധന ചെയ്യണം. ഓരോ ദിവസവും കിടക്കുന്ന മുമ്പേ ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ കൊള്ളാവുന്ന വ്യക്തിയായിട്ട് നിന്നാൽ മാത്രമേ ക്രിസ്തു എന്നിൽ ഉണ്ട് എന്ന് ദൈവവചനം നമ്മളെ സൂചിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം എവിടെയാണ് വീണ് പോയത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. നമ്മളെ ന്യായീകരിക്കുന്ന സ്വഭാവം അത് നമ്മളെ അപകടത്തിൽ കൊണ്ടുവിടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.